ഇമ്പീരിയൽ ഹോട്ടൽ. ഇതാണ് പഴയ ഹോം. ഹായ് ഗായ്സ് പറ. ഇന്നത്തെ പരിപാടി ഹെൻലി ഓൺ ടംസും തേംസും ഒക്കെ എല്ലാവരും പറയും, എനിക്കറിയില്ല. നമ്മൾ പറയുന്നത് തേംസ് എന്നാണ്, ഇവിടെയുള്ളവർ ടംസ് എന്നൊക്കെ പറയും. സോ വി ആർ ഗോയിങ് ദെയർ ടുഡേ, ഹെഡിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത്. അടുത്ത ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ്. അതെ, നമ്മൾ യൂഷ്വൽ മേഡൻ ഹെഡ് സ്റ്റേഷനിൽ നിന്ന് ടൈഫോഡ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ടൈഫോഡ്. ഹെൻലിക്കുള്ള ട്രെയിൻ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് പോകും. ഹെൻലി ഓൺ തേംസിലെത്തി ഗൈസ്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരെ ഫോളോ ചെയ്ത് പോവാം. അവരെ ഫോളോ ചെയ്ത് പോവാം. പക്ഷേ അതെ, നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അവിടെ നമ്മൾ ചുമ്മാ അങ്ങ് പോവാണ്. അതെ, ഭയങ്കര ഒരു ഓൾഡ് ടൗൺ ആണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു പഴയ ബിൽഡിങ്ങും പഴയ കൺസ്ട്രക്ഷനും ഒക്കെ. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ ബിൽഡിംഗ് തന്നെ കാണാൻ അടിപൊളിയാണ്. ഇമ്പീരിയൽ ഹോട്ടൽ, റെട്രോ ഷോപ്പാന്ന് തോന്നുന്നു. നൈസ് ഹിപ്പി ഐറ്റംസ് ഒക്കെ ഉണ്ട്. വെരി ഗുഡ്. നാട്ടിൽ നമ്മൾ ആമാടപ്പെട്ടി എന്ന് പറയുന്ന പോലത്തെ തോന്നുന്നു കണ്ടിട്ട്. പൊളി സാധനം, പൊളി. ചെണ്ടയുണ്ടല്ലോ എനിക്ക് മേലെ. കൂടുതലും വിൻറ്റേജ് ഐറ്റംസ്. ഹെൻലിയിലെത്തി. അപ്പോൾ ഇതാണ് ഹെൻലിയുടെ ബ്യൂട്ടി. ഇത് തെംസ് റിവർ ആയതുകൊണ്ടാണ് ഹെൻലി ഓൺ തേംസ് വെക്കുന്നത്. അപ്പോൾ കൂട്ടാ തേംസിലെത്തിയോ? കാഴ്ച ഇവിടെ സ്പീഡ് ബോട്ടുണ്ട്, പാസഞ്ചർ ബോട്ടുണ്ട്, എവരി കൈൻഡ് ഓഫ് ബോട്ട്സ് ഉണ്ട്. നമുക്ക് റെൻറ്റ് ചെയ്ത് പോവാം, പക്ഷെ നമ്മൾ ഓടിക്കാൻ അറിയണം. അതെന്തോ കൈൻഡ് ഓഫ് മാൻഷൻ ആണെന്ന് തോന്നുന്നു. 1 hour റിവർ ട്രിപ്പ് ബോർഡ്, നെക്സ്റ്റ് ട്രിപ്പ് 2:30. അത് നോക്കാമല്ലോ. ഇപ്പോൾ എത്ര മണിയായി നോക്കി? ബോട്ടിങ്ങിന് പോകുന്നവരൊക്കെ അതേ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. റിവറും അതിനോടനുബന്ധിച്ചുള്ള ബോട്ടിങ്ങും പരിപാടികളും. മലയിടുക്കുകളുടെ താഴ്വാരത്തിൽ ഹെൻലി. ലിറ്ററലി ഹോൾ ടൗൺ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ തേംസ് റിവറിൻ്റെ സൈഡിലാണ്. ഹെൻസ് ദ നെയിം ഓൺ തേംസ് റിവർ. ഇതൊരു കുഞ്ഞു പാർക്കാണ്. അതിൻ്റെ സൈഡിൽ പിള്ളേരുടെ ആക്ടിവിറ്റീസ്, പിന്നെ ആൾക്കാരെല്ലാം പിക്നിക് ചെയ്യാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്പോട്ട്. കുറച്ച് പേര് ബോട്ടൊക്കെ കയറിയിരിക്കുകയാണ്. ഇതെന്താണാവോ? സ്റ്റീമർ. ഹെൻലി ഈസ് വെരി ഫേമസ് ഫോർ റോയിങ്. സോ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പം ഇവിടെ കുഞ്ഞ് പോണ്ടൊക്കെ ഉണ്ട്. അവിടെ പട്ടിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കും. ഞങ്ങളുടെ ദേഹത്തെല്ലാം തെറിപ്പിച്ചിരുന്നു. ഇത് കോമൺലി ഫൗണ്ട് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദ ടൗൺ. ഗൂസ്, ഡക്സ് ഒക്കെ ഇതെല്ലാം മാജസ്റ്റിയുടെ പ്രോപ്പർട്ടിയാണ്. സോ വി കാൺഡ്
ക്യാപ്ചർ ഇറ്റ് ഓർ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇത് അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ചിൽട്ടൺ ലാൻഡ്സ്കേപ്സ്. സോ അതിൻ്റെ താഴ്വാരത്തിലാണ് ഹെൻലി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗൈസ്, ഇവിടെ ഒരു ലോക്കുണ്ട്. ലോക്ക് എന്ന് പറയുമ്പോൾ താഴല്ല, നമ്മുടെ ബോട്ട്ലെസ് ലോക്കൊക്കെ പോലെ വാട്ടർ കയറ്റമിറക്കം പോലെയൊക്കെ ചെയ്യുന്ന ലോക്ക്. അങ്ങോട്ടുള്ള വഴിയാണിത്. സോ വി ആർ ഹെഡിങ് ദയർ. ഇതാണ് ഞാൻ പറഞ്ഞ ലോക്ക് ഗൈസ്. അപ്പം നമ്മൾ മാർഷ് ലോക്കിലോട്ട് പോവാണ്. ഇതാണ് ലോക്കിൻ്റെ ഒരു സൈഡ്, അതിലോട്ടുള്ള പാലം. അവിടെ നിങ്ങൾക്ക് കാണാം റോവേഴ്സ് റോ ചെയ്ത് പോകുന്നത്. ഇത് ബോട്ട്ലെസ് ലോക്ക് പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ, അതായത് ആ സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും പോലെ പനാമ കനാലിലെയൊക്കെ പോലെ. സോ ദാറ്റ്സ് വാട്ട് ദ ഐഡിയ ബിഹൈൻഡ് ലോക്ക്. മൈക്കി, ടെംസ് റിവറിൻ്റെ ഈ വഴിയാണോ ടെംസ് റിവറിൻ്റെ ആക്ച്വൽ ആണോ എന്നറിയില്ല. അതിൻ്റെ മേളിൽ കൂടെയുള്ള പാലമാണിത്. നടപ്പാലമാണ് ടുവേർഡ്സ് ദ ലോക്ക്. സോ വി ആർ വാക്കിംഗ് ഓൺ ഇറ്റ്. ആ ലോക്ക് കടന്നു വരുന്ന ബോട്ടുകളാണ്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ സ്പിൽവേ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുക വിത്ത് ഷട്ടർ. ഈ ലെഫ്റ്റ് സൈഡിലാണ് ലോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനൊരു പുള്ളി അവിടെ നിൽപ്പുണ്ട്. ഇതാണ് ഗൈസ് മാർഷ് ലോക്ക്. അപ്പോൾ ഒരു ബോട്ട് ലോക്കിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോട്ട് ഇനിയും ലോക്കിലോട്ട് അടുപ്പിച്ച ശേഷം അവിടെ പാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്തതിന് മുന്നേ ഈ ഫ്രഞ്ചിൽ വാട്ടർ നിറച്ച് ഗൈസ് അപ്പം ബോട്ട് ലോക്കിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സ്ട്രീമിന് എഗെയിൻസ്റ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇതിനി ഇവിടെ കയറ്റി ലോക്കിൽ വെള്ളം ഫില്ല് ചെയ്ത് അപ്പുറത്തെ ലെവലിലോട്ടാക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. ഗൈസ്, ലോക്ക് ക്ലോസ് ചെയ്യുവാണ്. ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യുവാണ്. എനി ടൈം ഇറ്റ് വിൽ ഓപ്പൺ. പക്ഷേ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഈ ബോട്ടുകൾക്കെല്ലാം മുന്നോട്ട് പോവാം. ആ ബോട്ടിന് ഇങ്ങോട്ട് പാസ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഗേറ്റ് തുറന്ന് ഈ ബോട്ടുകളെല്ലാം ഇനിയും ഈ സൈഡിലോട്ട് കയറുവാണ്. ഹിയർ ആഫ്റ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ അവരിങ്ങോട്ട് കയറ്റും. ഇറ്റ് വാസ് എ ലോങ് വാക്ക് ഫ്രം മാർഷ് ലോക്ക് ടുവേർഡ്സ് ദ ടൗൺ. സോ ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് പയ്യെ നടന്ന് ടൗണിലോട്ടെത്തി. ഓൺ ദ വേയിൽ റോവേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ക്ലബ്ബൊക്കെ. അതൊക്കെ കണ്ട് ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ബിൽഡിങ്സും കോബിൾഡ് വാക്ക് വേസും പിന്നെ ഐക്കോണിക് ബ്രിഡ്ജസും. സോ ഇതിലൂടെ ഞങ്ങൾ ഹെൻലി ഓൺ തേംസിൻ്റെ ഹൈ സ്ട്രീറ്റിലോട്ട് പോവാണ്. ഓൺ ദ വേയിൽ യൂഷ്വലി പറയാറുള്ള പോലെ തന്നെ വെരി ഓൾഡ് ചർച്ച് ടുവേർഡ്സ് ദിസ് സൈഡ് ഓഫ് ദ ഹൈ സ്ട്രീറ്റ്. അപ്പോൾ ഈ ഹൈ സ്ട്രീറ്റിൻ്റെ ഒരു എൻഡിലാണിത്. അപ്പം എല്ലാ ടൗണുകളിലുള്ള കോമൺ ടെംപ്ലേറ്റ്സ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾഡ് ബിൽഡിങ്സ് ക്വൈറ്റ് എ ഫ്യൂ ഉണ്ട് ഇവിടെ ഗൈസ്. അപ്പം ഇതാണ് ഹെൻലി ഓൺ തേംസിൻ്റെ ഹൈ സ്ട്രീറ്റ്. ഗുഡ് ഗൈസ്, ഇതാണ് ഹൈ സ്ട്രീറ്റിൻ്റെ ഇങ്ങേയറ്റം. സാധാരണ പറയാനുള്ള പോലെ മോളൊന്നും കണ്ടില്ല ഇവിടെ. സാധാരണ എല്ലാ ടൗണുകളിലും മോളുണ്ട്, മോള് കണ്ടില്ല. സോ അതെ, മോളില്ലാത്തതുകൊണ്ട് റീറ്റെയിൽ തെറാപ്പി ഇല്ല.
കഷ്ടപ്പാടുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. മോൾ കൺസെപ്റ്റ് ഇവിടെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതായിരിക്കും. ഓ ഗൈസ്, പഴയ ഹോണ്ടയുടെ ഗോൾഡ് വിങ് പൊളി 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 ഗോൾഡ് വിങ്. പുതിയ ഡ്യൂക്കാന്ന് തോന്നുന്നത്, KTMന്റെ സ്പീഡ് സ്റ്റാർ ആയിരിക്കണം. ചീസ്, സോസേജ്, മീറ്റ് അങ്ങനത്തെ കടകളാണ് തോന്നുന്നത്. ഓ, ഒരു ആർട്ട് ഗാലറി. കൺവെൻഷണൽ പബ്. ഇതൊരു പേരുകേട്ട പബ്ബാന്ന് തോന്നുന്നു. ഫുൾ ആൾക്കാർ വെയിൽ കായാനിരിക്കുകയാണ്. ഇത് ഹൈ സ്ട്രീറ്റിൻ്റെ ഇങ്ങേയറ്റം. ഇവിടെ ഒരു ചർച്ചുണ്ട്, ബാപ്റ്റിസ്റ്റ് ചർച്ച്. സോ ഇനിയിപ്പോൾ തിരിച്ച് റൈറ്റ് ബിസൈഡ് ദ റിവർ പോവാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കുറേ ബൈക്സ് എല്ലാം വെച്ച് ബൈക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സമ്മർ ആകുമ്പം ബൈക്കേഴ്സ് വരും, മീഡിയം ഹെഡിലും വരാറുണ്ട്. സോ ഇതൊരു വൈൻ ആൻഡ് ചീസ് ഷോപ്പാണ്. കടയുടെ ഫ്രണ്ടിൽ കോർക്ക് ഇട്ടിരിക്കുന്നുണ്ടോ? അവിടെ സെല്ലായ കുപ്പികളുടെ കോർക്കാന്ന് തോന്നുന്നു. നൈസ്, ഇത് കൊള്ളാം. ഫുള്ള് വൈനാണ്. ഇതൊരു പോഷ് ടൗണാണ് ഹെൻലി, സിമിലർ ടു മാർലോ. ഒരുപാട് സൂപ്പർ കാർസ് ഇപ്പോൾ തന്നെ കണ്ടു. അതിലൊരെണ്ണമായിരുന്നു ഇപ്പോൾ പോയത്, DB9. ഇതിനു മുന്നേ പോഷെ, കേനൻ, ഫെറാറി എല്ലാം കണ്ടിരുന്നു. ഇത് മിക്ക ടൗണുകളിലും വേണം. പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ് ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് വെക്കും. മാക്രമേ ത്രെഡും ഉണ്ട്. അപ്പോഴേ ഒരെണ്ണത്തിലും കണ്ടിരുന്നല്ലോ. അതുപോലെ തന്നെ പഴയൊരു ബെൻസ് ക്ലാസിക്. ഇവിടുത്തെ ഒരു ലോക്കൽ ബേക്കറിയാണ്. കുക്കികളിലൊന്നും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് റോൾസ് റോയ്സ്. ഗൈസ്, ഞങ്ങൾ തിരിച്ച് ഹൈ സ്ട്രീറ്റിൻ്റെ ഇങ്ങേറ്റത്ത് വന്നു. അപ്പോഴേ കാണിച്ച പോലത്തെ പള്ളിയും അതിൻ്റെ ഫ്രണ്ട് വ്യൂ, പിന്നെ അതിനോടനുബന്ധിച്ച് പാലം. പിന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പബ്ബാണോ ഫൈൻ ഡൈനിങ് ആണോ എന്നറിയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അകത്തോട്ട് പൊളിയാണ്. പിന്നെ ഇതിങ്ങനെ ഈ സൈഡ് വഴി അങ്ങോട്ടുള്ള റോക്കാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ബോട്ടൊക്കെ കയറാൻ പോവാണ്. ഹെൻലിയും തേംസിലെ ബോട്ട് സർവീസ്, ബോട്ട് ട്രിപ്പ്. സോ വി ആർ ഓൺ ടു ഗോയിങ് ടു ബോട്ട് ദ ബോട്ട്. ഗൈസ്, അപ്പം ബോട്ട് ഇതാണ്, ചെറിയ ബോട്ട്. നമ്മളതിൽ കയറാൻ പോവാണ്. സെൽഫ് ഡ്രൈവ് ബോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് റിസ്ക് ചെയ്യുന്നതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്തില്ല. ഗൈസ്, അപ്പം ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഈ ബോട്ടിലൂടെ ഈ റിവർ ഫുൾ എക്സ്പ്ലോർ ചെയ്യും. സോ ഹെൻലിയുടെ നല്ലൊരു ഭാഗം കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇൻസൈഡ് ആയതുകൊണ്ട് വ്യൂ ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. കവേർഡ് ബോട്ടായുണ്ട്. സോ ബട്ട് സ്റ്റിൽ വി ക്യാൻ മാനേജ്. ഈ ബോട്ട് സെൽഫ് ഡ്രൈവ് ആണ്. സെൽഫ് ഡ്രൈവ് ആസ് ഇൻ നമ്മൾ തന്നെ ഓടിക്കണം. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് തന്നെ ഓടിക്കാനുള്ളൊരു
കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ബോട്ട് ക്രൂസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർഷ്ലോക്ക് വരെ പോയി. അവിടെ നിന്ന് ബോട്ട് തിരിക്കും. അപ്പം തിരിക്കുന്ന പ്രോസസ്സാണ് ഇത്. ഇത് റിവേഴ്സ് എടുത്ത് കറങ്ങി നടുക്കൊരു റിവർ ലോക്ക്ഡ് ആയിട്ടുള്ളൊരു ലാൻഡുണ്ട്. അപ്പോൾ ആ ലാൻഡിൻ്റെ മറു സൈഡിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ മോസ്റ്റ് ലൈക്ക്ലി ഇത് നിയർലി 1 hour റിവർ ക്രൂസാണ്. സോ അത് നല്ലൊരു ഏരിയയും കവർ ചെയ്യും ഹെൻലിയുടെ. സോ ഇറ്റ് വാസ് നൈസ്. ഇതാണ് നമ്മൾ അപ്പോഴേ കണ്ട ആർച്ച് ബ്രിഡ്ജ്, ഫേമസ് ഐക്കോണിക് ബ്രിഡ്ജ്. പിന്നെ മുന്നോട്ട് പോകുന്തോറും റോയൽ ഹൗസസും വേരിയസ് റോയിങ് ക്ലബ്സിൻ്റെ ഓഫീസുകളും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ഹെൻലി റോയൽ റെഗാട്ട. അവിടെ നമ്മുടെ പുന്നമടക്കായൽ വള്ളംകളി നടത്തുന്ന പോലെ റോവിങ് കോമ്പറ്റീഷൻ നടത്തുന്നതാണ് ഇവിടെ. ഇത് നിയർലി 1.5 മൈൽസോളം ഉണ്ട് സ്ട്രെയിറ്റ് റേസ് കോഴ്സ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ കാണികൾക്ക് ഇരിക്കാനുള്ള, മെയിൻലി ഫോർ റോയൽസ്. അവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത്, കളി കോമ്പറ്റീഷൻ കാണുന്നതും. ഇത് 1.5 മൈൽസ് ഉണ്ട്. ഇത് സമ്മർ ടൈമിലാണ് കൂടുതൽ ഈ കോമ്പറ്റീഷൻ ഇവിടെ നടത്താറ്. റേസ് കോഴ്സ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണോ നീ ഇപ്പം? began hiring boats for the Henley Regatta. ഇന്നത്തെ ക്യാപ്റ്റൻ ഇതാണ്. H.E. Hobbs and Sons were formed and they began. ബോട്ടാണേലും ട്രെയിൻ ആണേലും ബസ്സാണേലും മൈക്കി ആയിരിക്കുമല്ലോ. മൈക്കി ആണോ? മൈക്കി എവിടെ ആണേലും മൈക്കിക്ക് ഒരു പ്രശ്നമാണ് അല്ലേ? മൈക്കി എന്നാ മൈക്കി അടങ്ങിയിരിക്കാത്ത? ഏത് വണ്ടിയാണേലും all the more the same. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് കരയിൽ പോവുകയാണ്. കൊളം കര പോവാണോ കൂട്ട? അങ്ങനെ ബോട്ട് കഴിഞ്ഞില്ലേ അപ്പുക്കുട്ട? ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. How was the boat trip, Appukuta? How was the boat trip, Appukuta? Oh guys, stroller എടുക്കാൻ മറന്നുപോയി. ബോട്ട് ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അതിലേ അങ്ങ് പോയി. അപ്പോൾ സ്ട്രോളർ എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഹെൻലി ഓൺ തേംസിലെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാം നൈസായിരുന്നു, കൂൾ വെതറായിരുന്നു. സോ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം വി ആർ ബാക്ക് അറ്റ് റെയിൽവേ സ്റ്റേഷൻ. 15 minutesനുള്ളിൽ ട്രെയിൻ വരുന്നതായിരിക്കും. So we are waiting for it. Today, Mikey, were you a good boy today? ഇന്ന് നല്ല കുട്ടനായിരുന്നോ നീ? ആയിരുന്നോ? നല്ല കുട്ടനായിരുന്നോ ഇന്ന്? ആണോ? Definitely not. So guys, ട്രെയിൻ കയറി. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് ടൈഫോൺ. ഓ അടിക്കാതെ thereafter Maidenhead. സോ അങ്ങനെ ടൈഫോയിഡും കഴിഞ്ഞ് മെയ്ഡൻഹെഡും കഴിഞ്ഞ് തിരിച്ച് മെയ്ഡൻഹെഡിൽ തിരിച്ചെത്തി. അതെ, തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വീണ്ടും ഒരു പരിപാടി വരുന്നേക്കും വരേക്കും ബൈ ബൈ മൈക്ക്. ബൈ ബൈ.